അന്ന് സ്നേഹലത ടീച്ചർ ഡൽഹി JNUവിൽ പഠിക്കുകയാണ്. കൂടെ പഠിച്ചിരുന്ന ഒരു ഡൽഹി ബേസ്ഡ് മലയാളി യുവാവുമായി അവർ പ്രണയത്തിലായി. ഒടുവിൽ പ്രണയവും കൂട്ടിനുണ്ടായിരുന്ന വിപ്ലവവും തലക്കി പിടിച്ചപ്പോൾ കൺവെൻഷൻ രീതിയോടൊക്കെ പുച്ഛം തോന്നി. ഒഫീഷ്യലായിട്ടൊരു വിവാഹം കഴിക്കാതെ തൻ്റെ അച്ഛനോ ഫാമിലിയോ ആരും അറിയാതെ അവരവിടെ തന്നെ ഒരു ഫ്ലാറ്റ് എടുത്ത് ജീവിക്കാൻ തുടങ്ങി. അധികം വൈകാതെ ടീച്ചർ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി. കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ US-ലൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയി. കാത്തിരുന്ന് മടുത്ത് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ടീച്ചർ തൻ്റെ അച്ഛനെ വിളിച്ചു. അന്ന് ടീച്ചറിൻ്റെ അമ്മ ക്യാൻസർ ബാധിച്ച് സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കൈക്കുഞ്ഞുമായി മകൾ കയറി ചെന്ന ആ അമ്മ തകർന്നു പോകുന്നു കരുതിയിട്ടോ അതോ അച്ഛൻ്റെ പ്രസ്റ്റേജ് ഇഷ്യൂ? ടീച്ചറുടെ അച്ഛൻ ആ കുഞ്ഞിനെ ഒരു ഓർഫണേജിലാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ടീച്ചർ ആ ഓർഫണേജിലേക്ക് ചെന്നു. കുട്ടിയെ സാറ് വന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞതോടെ ടീച്ചർ ആകെ തകർന്നു. ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകാന്നുള്ളത് അവരനുഭവിച്ച ഏറ്റവും വലിയ വേദനയായിരുന്നു. ടീച്ചർ അറിയാതെ ടീച്ചറുടെ അച്ഛനെ കുഞ്ഞുമായി പോയത് സത്യനാഥൻ സാറിൻ്റെ അടുത്തായിരുന്നു. സത്യനാഥൻ സാർ അന്ന് വയനാട്ടിൽ 4-5 കുട്ടികളുമായിട്ട് ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങിയ സമയമായിരുന്നു. ആദ്യമൊന്നും മടിച്ചെങ്കിലും ടീച്ചറുടെ അച്ഛൻ കാല് പിടിച്ച് പറഞ്ഞപ്പോൾ അവർ ആ കുഞ്ഞിനെ സ്വീകരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. പിന്നീട് സ്നേഹത്തിൽ ടീച്ചർ ജീവിച്ചത് തന്നെ തൻ്റെ കുഞ്ഞ് എന്നെങ്കിലും തന്നെ തേടി അടുത്ത് വരുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ആ കുട്ടി പിന്നെ ആ സ്ഥാപനത്തിൽ വളർന്ന് വലുതായി. ഒപ്പം അവൻ അവിടുന്ന് ഒരു കൂട്ടുകാരനെയും കിട്ടി. വർഷങ്ങൾക്ക് ശേഷം സ്നേഹലത ടീച്ചറെ കാത്തിരുന്നത് ഇരട്ടി സന്തോഷമായിരുന്നു. തൻ്റെ മകനെയും കൂട്ടുകാരനെയും അവർ സ്വന്തം മക്കളെ പോലെ ഏറ്റെടുത്തു. രണ്ടുപേരും വിളിച്ചു എന്നെ അമ്മയെന്ന്. രണ്ടുപേരെയും ഇനി എനിക്ക് വേറെ വേറെ കാണാൻ കഴിയില്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരായി ഇത്രയും കാലം നിങ്ങൾക്ക് ജീവിക്കാമെങ്കിൽ ഇനി ഏറ്റവും നല്ല ബ്രദേഴ്സായിട്ടും ജീവിക്കണം. ഇങ്ങനെ 2 മക്കളെ കിട്ടിയതിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മ ഞാനാണ്. അല്ലേ ഷൺമുഖേട്ട? വർഷങ്ങൾക്കിപ്പുറം പ്രിൻസിപ്പളായിരുന്ന സ്നേഹലത ആ കോളേജിൽ നിന്നും റിട്ടയർഡ് ആവുകയാണ്. അവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട്. ശിവൻ പരിമളത്തെയും ശ്യാം അപർണയെയും വിവാഹം ചെയ്ത് അമ്മയോടൊപ്പം തന്നെ സുഖമായിട്ട് ജീവിച്ചു പോവാണ്. ഈ ഒരു പരിപാടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് ബാലൻ ചേട്ടനാണ്. ലക്ഷ്മി അടുത്തും എല്ലാ കാര്യത്തിനും മുന്നിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. സത്യനാഥൻ സാർ ഇന്നും ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പുലിഗോപാലനും ബെൽറ്റ് ഹൗസേപ്പും തങ്കപ്പടനൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. പരിമളത്തിന്റെ അനിയനിപ്പോ വളർന്നു വലിയ ആളായി. ശ്യാമിന്റെ ശിവന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ സാന്നിധ്യം അറിയിച്ചു. റജി പണ്ടത്തെ തല്ലുകൊള്ളിത്തരൊക്കെ നിർത്തി മാന്യമായിട്ട് ജീവിക്കുകയാണ്. പിന്നീട് ശ്യാമിന്റെ ശിവന്റെ ബെസ്റ്റ് ഫ്രണ്ട് നൂലണ്ടയും അമ്മയും വന്നു. ദമയന്തിയും ഷൺമുഖണ്ണന്റെ മോളുമാണ് പിന്നീട് വന്നിട്ടുള്ളത്. അപർണയുടെ അമ്മയും നാട്ടിലെത്തി. ഒരുപാട് കാലം അമ്മയില്ലാത്ത മക്കളായി ജീവിച്ചവർക്ക് ഒടുവിലൊരു അമ്മയെ കിട്ടി. ഒരു മകനെ ഓർത്ത് കണ്ണീർ ചൊരിഞ്ഞ അമ്മയ്ക്ക് ദൈവം തിരികെ നൽകിയത് 2 മക്കളെയും അവരുടെ കുടുംബവും. ഇവരുടെ സന്തോഷത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ അറിയാതെ ഹാപ്പിയാക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ പഠിക്കുകയാണ്.